Hi everybody, good morning. Again we are in our next SS class. Last day we completed one chapter from history. Today I came with your politics. From politics we need to study fourth chapter, role of the state government. All of you take here that chapter. Page number 17 from politics part. Role of the state government. From the last chapters, we studied about our state government. Which is our state government? Who is head of our state government? Yes. Now, Pinarayi Vijayan, headed by our state government. He is the chief minister. Okay, and the governor and council of ministers are ruling our state government, Kerala. Okay, what about the role of state government in a country? That we are going to study from this chapter. Okay. Okay, listen. First paragraph. India, including all its states, is governed by central government, the union government, in matters of national importance. However, every state has its own special needs and it is not possible for the union government to take care of all these needs. What is saying? In India, including all its states, India's all states is governed by the central government, the union government. We have central government headed by Pinarayi Vijayan. Even though we have another government in union level, or central level, that is our union government, that is our central government. They ruled, Narendra Modi is the head of the central government. So, he and his council of ministers ruled in matters of national important subjects. National important subjects are ruled by the central government. Okay, and also, before another that, every state has its own special needs. Central government നമ്മൾ റൂൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് റൂൾ ചെയ്താൽ ശരിയാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ സ്പെഷ്യൽ നീഡ്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ യൂണിയൻ ഗവൺമെൻറ് ടു ടേക്ക് കെയർ ഓഫ് ഓൾ ദീസ് നീഡ്സ്. ഓരോ സ്റ്റേറ്റിൻ്റെയും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കൂടി റൂൾ ചെയ്യുക എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിന് കഴിയാത്തതാണ്. സോ വി ഹാവ് ഗവൺമെൻറ് അറ്റ് ദ state level as well. The state government job is to make and give effect laws on subject that deal with the special needs of the state. സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള അത്തരത്തിലുള്ള സബ്ജക്ട്സിൽ നിയമങ്ങൾ ഉണ്ടാക്കുക, റൂൾ ചെയ്യുക എന്നുള്ളതാണ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, സച്ച് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഹാവ് കൺട്രോൾ ഓവർ ദെയർ ഓൺ അഫേഴ്സ്. അത്തരത്തിലുള്ള സബ്ജക്ട്സ് ഓരോ സ്റ്റേറ്റ്സിനും അവർക്ക് ആ സ്റ്റേറ്റ്സിന് അവരുടേതായിട്ടുള്ള കൺട്രോളോട് കൂടിയിട്ടായിരിക്കും റൂൾ ചെയ്യുക. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റോ മറ്റുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സോ ഇടപെടില്ല. ഓക്കെ, സോ ബട്ട് കൺട്രോൾ ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ മാറ്റേഴ്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഇസ് കോൾഡ് ഫെഡറൽ സിസ്റ്റം. എന്നാൽ നാഷണലി ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടും. എന്നാൽ സ്റ്റേറ്റിൻ്റെ മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റേറ്റിൻ്റെ മാത്രം നീഡഡ് ആയിട്ടുള്ള ഐറ്റംസ് റൂൾ ചെയ്യുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടില്ല. അത്തരത്തിലൊരു സിസ്റ്റത്തിനെയാണ് വി ആർ കോളിംഗ് ഫെഡറൽ സിസ്റ്റം. ഓക്കെ, വി ഹാവ് ഗവൺമെൻറ് ഇൻ സെൻട്രൽ ലെവൽ ആൻഡ് വി ഹാവ് ഗവൺമെൻറ് ഇൻ സ്റ്റേറ്റ് ലെവൽ ടു. ദ സ്റ്റേറ്റ് റിലേറ്റഡ് നീഡ്സ് ആൻഡ് റൂൾസ് ഡൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആർ ഡൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ദ നാഷണൽ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് may be interfered by the central government. Such a system is called federal system. Okay, the next we need to study functions of the state government. എന്താണ് റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ എ സ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്തെല്ലാം ഫങ്ഷൻസ് ആണ്, എന്തെല്ലാം വർക്കാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത് ഇൻ എ സ്റ്റേറ്റ്. എ സ്റ്റേറ്റ് ഗവൺമെൻറ് മേക്സ് ലോസ് ആൻഡ് പ്രൊവൈഡ് സർവീസസ് അക്കോർഡിംഗ് ടു ദ സ്പെഷ്യൽ നീഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺ. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ ഉണ്ടാക്കുന്നു, സർവീസ് കൊടുക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ നീഡ്സിനനുസരിച്ചുള്ള. The services provided by a state government
usually reach the people through local self-government bodies such as panchayats and municipalities. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്ന പിണറായി വിജയനും അതിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും നമ്മൾക്ക് തരുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് നമ്മളുടെ പഞ്ചായത്തുകളിലൂടെയും നമ്മുടെ മുനിസിപ്പാലിറ്റീസിലൂടെയാണ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾസോ എൻകറേജ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് NGOs to make schemes more effective. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ആളുകളുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അല്ലാത്ത ഓർഗനൈസേഷൻസ് ഉണ്ട് ഇവിടെ ഒരുപാട്, അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത്. The next paragraph, the subjects on which a state government makes laws are mentioned either in the state list or in the concurrent list. അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സബ്ജക്ട്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാം, ബട്ട് അതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വിൽ ടേക്ക് ദ ഫൈനൽ ഡിസിഷൻ. അതാണ് കൺകറന്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത. കൺകറന്റ് ലിസ്റ്റിലെ സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ മേക്ക് ലോസ്, ബട്ട് ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം ഓർ ഡിസ്പ്യൂട്ട് ദാറ്റ് സെറ്റിൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, സോ the subjects on which state government makes laws are mentioned either in the state list or in the concurrent list. State list or concurrent list included the state related laws. Okay, among these subjects are, which are the subjects are included in the concurrent state list? Land reform, irrigation, water, education and public health. Okay, let us learn a little about how the state government look after public health. Public health എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അല്ലേ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഡിസ്പെൻസറീസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് റൺ ചെയ്യുന്നതെന്നുള്ളതാണ് വി ആർ ഗോയിങ് ടു സ്റ്റഡി നൗ. ദിസ് വിൽ ഗിവ് us some idea about how the state government deal with the various subjects to meet the needs of their respective state. First, public health. How things are carried by the state government in public health. The state government is responsible for planning, carrying out and monitoring schemes to improve public health. State government ആണ് റെസ്പോൺസിബിലിറ്റി പ്ലാൻ ചെയ്യാൻ, ക്യാരി ചെയ്യാൻ, കൊണ്ടുനടക്കാൻ, മോണിറ്ററിങ് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ, ടു ഇംപ്രൂവ് ദ പബ്ലിക് ഹെൽത്ത്, ജനങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇറ്റ് ഗെറ്റ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഹെൽപ്പ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. ഫിനാൻഷ്യൽ ആയിട്ടോ ടെക്നിക്കൽ മീൻസ് വല്ല ഹെൽത്ത് അല്ലേ, ഹോസ്പിറ്റൽസിലുള്ള വല്ല മെഷീൻസോ അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഹെൽപ്പ് കിട്ടും ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. യൂഷ്വലി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് NGOs ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ എഫോർട്ട് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. അല്ലേ, സെൻട്രൽ ഗവൺമെൻറ് ഹെൽപ്പോട് കൂടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. അതിന് വേണ്ടിയിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ടുള്ള പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസും അതുപോലെ NGO നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The state government runs hospitals and health centers in urban and rural areas of state to provide medical treatment to the public at a reasonable cost. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അല്ലേ, ആൻഡ് ഹെൽത്ത് സെൻറ്റേഴ്സും ഉണ്ട് അല്ലേ. നമ്മുടെ കരുളായുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന് ഹെൽത്ത് സെൻറ്റർ എന്നാണ് പറയുക. നിലമ്പൂരുള്ള ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതിനെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നാണ് പറയുക അല്ലേ. അർബൺ ഏരിയാസിലും ഉണ്ട്, റൂറൽ ഏരിയാസിലും ഉണ്ട്. സ്റ്റേറ്റ് ടു പ്രൊവൈഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു പബ്ലിക് അറ്റ് റീസണബിൾ കോസ്റ്റ്. പബ്ലിക് പീപ്പിളിന് ട്രീറ്റ്മെൻറ്റ് ഈ ഹോസ്പിറ്റൽസിലൂടെ കൊടുക്കുന്നു കുറഞ്ഞ ക്യാഷിന് അല്ലേ. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ അതിന് ചീട്ടെടുക്കാൻ വേണ്ടി ഒരു 3 രൂപ 5 രൂപയ്ക്കാണ് കൊടുക്കുക അല്ലേ. അപ്പം നമ്മൾക്ക് കഴിയുന്ന അതിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന പ്ലേസസാണ്
സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസും ഹെൽത്ത് സെൻറ്റേഴ്സ് എല്ലാം റൺ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ റൺ മോസ്റ്റ്ലി ഔട്ട് ഓഫ് ടാക്സസ് പെയ്ഡ് ബൈ ദ പബ്ലിക്. നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയും അടക്കുന്ന ടാക്സിലൂടെയാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അറേഞ്ചസ് ഫോർ സാനിറ്റേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അല്ല, സാനിറ്റേഷൻ മീൻസ് പബ്ലിക് ടോയ്ലറ്റ്സ്, വേസ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് മീൻസ് റോഡിലൂടെയുള്ള ഡ്രെയിനേജ് ഒഴുക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഓർഗനൈസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹെൽത്ത് ക്യാമ്പ്സ് ഇൻ ദ സ്റ്റേറ്റ് ടു വാക്സിനേറ്റ് പീപ്പിൾ അഗെയിൻസ്റ്റ് ഡിസീസസ്, ടു കണ്ടക്ട് ഫ്രീ മെഡിക്കൽ ടെസ്റ്റ്, ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് സോ ഓൺ. ഈ കാര്യങ്ങൾ മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇറ്റ് ഓർഗനൈസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹെൽത്ത് ക്യാമ്പ്, അല്ലേ, ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. സൗജന്യമായിട്ടുള്ള നേത്ര പരിശോധന അല്ലെങ്കിൽ സൗജന്യമായിട്ടുള്ള നമ്മുടെ ഹൃദയ പരിശോധന, അല്ലേ, അത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് ഇൻ ദ സ്റ്റേറ്റ് വാക്സിനേറ്റ് പീപ്പിൾ എഗെയിൻസ്റ്റ് ഡിസീസസ്, അല്ലേ, ആളുകളെ, ചെറിയ കുട്ടികളെ, അല്ലേ, പ്രസവിച്ച കുട്ടി മുതൽ 10 വയസ്സായ കുട്ടികളെ വരെ ഓരോ കുത്തിവെപ്പുകൾ കൊടുക്കും. വാക്സിനേഷൻ നടത്തുക എന്ന് പറയും, അല്ലേ, ഓരോ ഡിസീസസ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. ടു കണ്ടക്ട് ഫ്രീ മെഡിക്കൽ ടെസ്റ്റ്, ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ഫ്രീ മെഡിക്കൽ ടെസ്റ്റ് കൊടുക്കുന്നു. ആൻഡ് സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് സോ ഓൺ, അല്ലേ, ടി വിയിലൂടെയും ടെലിഫോണിലൂടെ എല്ലാം ടി വിയിലൂടെ ന്യൂസ് പേപ്പേഴ്സിലൂടെ എല്ലാം പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള സജഷൻസ് എല്ലാം കൊടുക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദ നെക്സ്റ്റ് പാരഗ്രാഫ്, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗിവിംഗ് ഹെൽത്ത് ഇൻഫോർമേഷൻ ടു പീപ്പിൾ. ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഫംഗ്ഷനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. എസ്പെഷ്യലി ഇൻ ദ ലോക്കൽ ലാംഗ്വേജസ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് മലയാളത്തിൽ തരും, തമിഴ്നാട്ടിലാണെങ്കിൽ അത് തമിഴിൽ കൊടുക്കും. അതെല്ലാം ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അല്ലാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടല്ല അവരെന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്, അല്ലേ. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗവൺമെൻറ് അണ്ടറിലുള്ള പരസ്യങ്ങളാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇറ്റ് എംപ്ലോയ്സ് ഹെൽത്ത് വർക്കേഴ്സ് ടു വർക്ക് അമംഗ് ദ പീപ്പിൾ ആൻഡ് ടെൽ ദ പീപ്പിൾ ഹൗ ഡിസീസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ആൻഡ് ട്രീറ്റഡ്, അല്ലേ. അതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലേ, ഫോർ എക്സാമ്പിൾ കൊറോണ, അല്ലേ, കൊറോണക്കെതിരെ എങ്ങനെ നമ്മൾ പോരാടണം എന്നൊക്കെയുള്ള രീതിയിൽ അതിനുള്ള എന്താണ് അവയർനെസ്സും എല്ലാം കൊടുക്കുന്നതിന് ഗവൺമെൻറ് അണ്ടറിൽ ആരുണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അല്ലേ, ആശാവർക്കന്മാർ, അടുത്തുള്ള സിസ്റ്റേഴ്സ്, ഇവരെല്ലാം നമ്മുടെ വീടുകളിലൂടെ എല്ലാം വന്ന് കൊതുക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിരട്ടകളൊക്കെ കമഴ്ത്തി വെക്കാൻ പറയും, അല്ലേ. അത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ആളുകൾക്ക് പ്രിക്കോഷൻസ് എടുക്കാനും, അല്ലേ. ഇറ്റ് എംപ്ലോയ്സ് ഹെൽത്ത് വർക്കേഴ്സ് ടു വർക്ക് അമംഗ് ദ പീപ്പിൾ, ആളുകൾക്കിടയിൽ വർക്ക് ചെയ്യാൻ. ടു ടെൽ ദ പീപ്പിൾ ഹൗ ഡിസീസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ആൻഡ് ട്രീറ്റ്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എങ്ങനെ വരാതെ തടയാൻ പറ്റും, എങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുമെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനും സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് എംപ്ലോയീസ്. Then the government also gives such information through advertisements. പരസ്യങ്ങളിലൂടെയും അത്തരത്തിലുള്ള എന്താണ് ഇൻഫോർമേഷൻസ് ഗവൺമെൻറ് ഈസ് ഗിവിംഗ്. ഓക്കെ, the state government set up and runs various institutions to urban trained pharmacists, nurses and other type of health workers, അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് എന്താണ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്താണ് എന്തിനു വേണ്ടിയിട്ട്, ഗവൺമെൻറ് അണ്ടറിലുള്ള ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മരുന്നെല്ലാം കൊടുക്കുന്ന ആളുകൾ, അല്ലെ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ, നഴ്സസിന് ട്രെയിനിങ് കൊടുക്കാൻ, അതർ ടൈപ്പ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുന്നുണ്ട്. ദെൻ ദ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റീച്ച് അസ് ത്രൂ എ ചെയിൻ ഓഫ് ഹെൽത്ത് സെൻറ്റേഴ്സ്, അല്ലേ. ഹെൽത്ത് സർവീസസ് പ്രൊവൈഡഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾക്ക് തരുന്ന ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലുള്ള സർവീസസ് നമ്മളിലെത്തുന്ന ഒരു ചെയിൻ ഓഫ് ഹെൽത്ത് സെൻറ്റേഴ്സ് ആയിട്ടാണ്. ഹൗ ഈസ് ദാറ്റ്? അറ്റ് ദ വില്ലേജ് ലെവൽ ദർ ഇസ് യൂഷ്വലി എ സ്മോൾ ഹെൽത്ത് സെൻറ്റർ വേർ മൈനർ ഇൽനെസ് ക്യാൻ ബി ട്രീറ്റഡ്, അല്ലേ. നമ്മുടെ വില്ലേജിലുള്ള ചെറിയൊരു എന്താണ് ഹെൽത്ത് സെൻ്ററാണ് നമ്മുടെ അടുത്തുള്ള കരുളായി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അല്ലേ. അതിലെന്തുണ്ട്, മൈനർ ഇൽനെസ്, അല്ലേ, ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം ചികിത്സിക്കാൻ നമുക്ക് അവിടെ പോയാൽ മതി, അല്ലേ. വില്ലേജ് ഹെൽത്ത് സെൻറ്റേഴ്സ് ഈസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെയാണ്,
നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് കീഴിലാണ് നമ്മുടെ ഇവിടെയുള്ള കരുളായി ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എല്ലാം റൺ ചെയ്യുന്നത്. വില്ലേജ് ഹെൽത്ത് സെൻറ്റേഴ്സ് റൺ ചെയ്യുന്നത് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. എക്സാമ്പിൾ നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ദ PHC സൂപ്പർവൈസേഴ്സ് ഹെൽത്ത് സെൻറ്റേഴ്സ് ഓഫ് സെവറൽ വില്ലേജസ്. അതായത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിട്ടുള്ള നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് സെവറൽ വില്ലേജസിലുള്ള ഹെൽത്ത് സെൻറ്റേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കരുളായി ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പോലെയുള്ള ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം എന്തെങ്കിലും മരുന്ന് കുറവുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്തിക്കുകയും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സൂപ്പർവിഷൻ നടത്തുന്നത് നമ്മുടെ അടുത്ത് നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഓക്കെ. PHC ഹാവ് ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്. PHCയിലുണ്ടാവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. ദേ റെഫർ സീരിയസ്ലി ഇൽ പേഷ്യൻസ് ടു health centers such as district hospitals. അല്ലേ? അതായത് നമ്മുടെ നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ബിഗർ ഹെൽത്ത് സെൻറ്റേഴ്സിലേക്ക് സെൻഡ് ചെയ്യും, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട്. അല്ലേ? നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. അല്ലേ? അങ്ങോട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അല്ലേ? എവിടെ നിന്ന്? നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന്. വേർ സ്പെഷ്യലൈസ്ഡ് ഫെസിലിറ്റീസ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആർ അവൈലബിൾ. പലതരത്തിലുള്ള ടെസ്റ്റിങ്ങും ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ട് വി വിൽ ഗെറ്റ് ഫ്രം മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അല്ലേ? ദാറ്റ് ഈസ് ബിഗർ ഹെൽത്ത് സെൻറ്റേഴ്സ്. Cities usually have large government hospitals where all kind of illness, minor and major can be treated. അല്ലേ? വലിയ സിറ്റീസിൽ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട് ഗവൺമെൻറ് റൺ ചെയ്യുന്ന. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിനൊരു എക്സാമ്പിളാണ്. അല്ലേ? അവിടെ ചെറുതായിട്ടുള്ളതും മേജറും ആയിട്ടുള്ള ഇൽനെസ്സിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നേടാൻ പറ്റും. The public health services are cheap. അല്ലേ? പബ്ലിക് ഹെൽത്ത് സർവീസസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നമ്മൾ ചികിത്സ നേടുമ്പോൾ വെരി ചീപ്പാണ്. ഞാൻ പറഞ്ഞു 2 രൂപയോ 5 രൂപയൊക്കെ ക്യാഷ് കൊടുത്താൽ മതി ചികിത്സ നേടുന്നതിന് വേണ്ടിയിട്ട്. അല്ലേ? ചീപ്പാണ്. ബട്ട് ദേ സഫർ ഫ്രം എ ഷോർട്ടേജ് ഓഫ് മെഡിസിൻസ്. എന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോയാൽ പല മരുന്നുകളും എന്ത് ചെയ്യും? പുറത്തേക്ക് എഴുതും. അല്ലേ? അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ മെഡിസിൻ്റെ കുറവുണ്ട്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്. അല്ലേ? അതുപോലെ അവിടെയുള്ള ഉപകരണങ്ങൾ നല്ല രീതിയിലാവില്ല, അതിൻ്റെ കുറവുണ്ട്. ഹോസ്പിറ്റലിൽ മതിയായ രീതിയിൽ ആളുകൾക്ക് അഡ്മിറ്റിനുള്ള ബെഡ് ഉണ്ടാവില്ല. ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല. ആൻഡ് ട്രെയിൻഡ് ഹെൽത്ത് വർക്കേഴ്സ്, ട്രെയിനിങ് കിട്ടിയ നഴ്സസോ നല്ല ട്രെയിനിങ് കിട്ടിയ നഴ്സസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ പേഷ്യൻസ് ഓഫൻ കംപ്ലൈൻറ്റ് ഓഫ് അൺസിമ്പത്തറ്റിക് ഡോക്ടർ ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ്. അല്ലേ? അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ നമ്മൾ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സസൊക്കെ ചിലപ്പോൾ എന്താണ് ആളുകളോട് ക്രൂരമായിട്ട് പെരുമാറുന്നത് കാണാം. അല്ലേ? അതാണ് അൺസിമ്പത്തറ്റിക് ഡോക്ടേഴ്സും ഹെൽത്ത് വർക്കേഴ്സിനെല്ലാം ആളുകൾ എപ്പോഴും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സംടൈംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ദളിറ്റ്സ്. അല്ലേ? ദളിറ്റ്സിനെതിരെ ചിലപ്പോൾ അവിടുന്ന് വേർതിരിവ് വരെ ഉണ്ടാവാറുണ്ട് ചില ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്നാണ് സെയിം ഹിയർ. ഓക്കെ. ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ബിസൈഡ്സ് പബ്ലിക് ഹെൽത്ത് സർവീസസ് വേരിയസ് പ്രൈവറ്റ് ഹെൽത്ത് സർവീസസ് ആർ ഓൾസോ അവൈലബിൾ. ഇവിടെ പബ്ലിക് ഹെൽത്ത് സർവീസസ് ഗവൺമെൻറ്റിൻ്റെയാണ്. അത് കൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്. അല്ലേ? മെനി ഡോക്ടേഴ്സ് റൺ ദെയർ ഓൺ ക്ലിനിക്. പല ഡോക്ടേഴ്സും അവരുടേതായിട്ടുള്ള ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദർ ആർ ഓൾസോ മെനി പ്രൈവറ്റ്ലി റൺ ഹോസ്പിറ്റൽസ് ആൻഡ് നഴ്സിംഗ് ഹോംസ്. പ്രൈവറ്റ്ലി റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോംസും ഉണ്ട്. ദ പ്രൈവറ്റ് ഹെൽത്ത് സർവീസസ് ആർ ഗുഡ്. അല്ലേ? ബട്ട് ആർ ഫാർ മോസ്റ്റ്ലി ഇൻ സിറ്റീസ്. വലിയ ഹോസ്പിറ്റൽസ് എല്ലാം നല്ലതാണ്, ബട്ട് സിറ്റീസിലാണ്. നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഹോസ്പിറ്റൽസ് മഞ്ചേരി പെരിന്തൽമണ്ണയൊക്കെയാണുള്ളത്. അല്ലേ? എല്ലാതും സിറ്റീസിനാണുള്ളത്. ബിസൈഡ്സ് ദേ ആർ റൺ ടു ഏൺ പ്രോഫിറ്റ്. അല്ലേ? എന്നാൽ ആ ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത് നല്ല ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ലാഭം ഈടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ദെർഫോർ വെരി കോസ്റ്റ്ലി. അവിടെ ചികിത്സ തരണമെങ്കിൽ നമുക്ക് നല്ല ക്യാഷ് വേണം. സോ ടു ഇൻക്രീസ് പ്രോഫിറ്റ്സ്, the doctors at private health centers often prescribe more tests and medicines than actually required. അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിലപ്പുറം മരുന്നുകളും ടെസ്റ്റുകളും അവിടെ എന്ത് ചെയ്യും? കാരണം അവർ റൺ ചെയ്യുന്നത് മാക്സിമം പ്രോഫിറ്റ് ഫ്രം പീപ്പിൾ. ഓക്കെ. They also prefer to use expensive methods of treatment even when cheaper methods are available. ചീപ്പറായിട്ടുള്ള മെഷീൻസ് സംഭവങ്ങളും ചീപ്പറായിട്ട് ആ അസുഖം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും അവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻസാണ് യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളിൽ നിന്ന്
പരമാവധി ക്യാഷ് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. സോ ഇന്ത്യ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് സെൻറ്റേഴ്സ്. Some of our hospitals have facilities that are among the best in the world. വേൾഡിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇന്ത്യയിൽ ഉണ്ട്. മെനി പീപ്പിൾ വിസിറ്റ് ഇന്ത്യ ആസ് മെഡിക്കൽ ടൂറിസ്റ്റ് ടു ഗെറ്റ് ട്രീറ്റ്മെൻറ്റ്. മെഡിക്കൽ ടൂറിസ്റ്റ് ആയിട്ട് പല കൺട്രീസിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. എന്ത് വേണ്ടിയിട്ടാണ്? നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇന്ത്യ ഇസ് ഓൾസോ എ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് മെഡിസിൻ. മാത്രമല്ല മെഡിസിൻ ഉണ്ടാക്കുന്നതിലും ഇന്ത്യ, നല്ല മെഡിസിൻ ഉണ്ടാക്കുന്നതിലും ഇന്ത്യ ഏബിൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ഓഫ് ദിസ്, a large number of people die here from preventable causes. എന്നാൽ ഒരുപാട് ആളുകൾ ഇവിടെ മരണമടയുന്നുണ്ട് ആ അസുഖം തടയാൻ പറ്റിയില്ല എന്നുള്ള കാരണത്താൽ. ഇത്ര വലിയൊരു മെഡിസിൻസിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് പോലും ഓഫൺ പീപ്പിൾ ക്യാനോട്ട് ഗെറ്റ് ടൈംലി മെഡിക്കൽ ഹെൽപ്പ്. മാത്രമല്ല ആളുകൾക്ക് ടൈംലി ചികിത്സ കിട്ടാതെ മരിക്കുന്നുണ്ട്. ആസ് ദേ ഹാവ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ടു റീച്ച് എ ഹെൽത്ത് സെൻറ്റർ. കാരണം എന്താണ്, ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ എത്താൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം അല്ലേ. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആൾ മരിക്കും അല്ലേ. സോ മെനി കനോട്ട് ബിയർ ദ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ ചികിത്സിക്കാൻ കഴിയില്ല എന്നുള്ള കാരണത്താൽ അസുഖം വന്ന് അങ്ങനെ കിടന്ന് മരിക്കുന്നവരുണ്ട്. The steps taken to stop the spread of infectious diseases are not enough. മാത്രമല്ല പകരുന്ന അസുഖങ്ങൾ തടയാനുള്ള എന്താണ് മെഡിസിൻസ് ഇവിടെ മതിയായ രീതിയിലില്ല എന്നുള്ള കാരണം പഠനത്തിന് കാരണമാണ്. ഫോർ എക്സാമ്പിൾ കൊറോണ അല്ലേ. കൊറോണ എന്ന് പറഞ്ഞാൽ അസുഖത്തിന് വാക്സിനൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ. വാക്സിൻ കണ്ടുപിടിച്ചാൽ തന്നെ എന്താണ് ചിലപ്പോൾ അതിന് രക്ഷ കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. മെനി ഇന്ത്യൻസ് സ്റ്റിൽ ഡു നോട്ട് ഗെറ്റ് ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക്. മാത്രമല്ല ഇന്ത്യയിൽ പല ഏരിയാസിലും ക്ലീൻ വാട്ടർ കുടിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള കാരണത്താലും അസുഖങ്ങൾ ഉണ്ടാവും. ആൻഡ് ഇനഫ് ഫുഡ് ടു ഈറ്റ്. നല്ല ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള കാരണത്താലും ആരോഗ്യമില്ല, എന്താണ് പെട്ടെന്ന് മരിക്കുന്നു. സോ ദർ ഈസ് സ്റ്റിൽ എ ലോട്ട് ഓഫ് ദ ഗവൺമെൻറ് ക്യാൻ ഡു ഇൻ ദ ഫീൽഡ് ഓഫ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ദേ നീഡഡ് ടു ഡു. ഓക്കെ, the government of Kerala has succeeded in improving public health remarkably by providing health services through panchayats. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു സക്സസ് ആണ് പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യത്തിൽ ഉള്ളത്. പഞ്ചായത്തുകളിലൂടെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് നമ്മുടെ കേരള ഗവൺമെൻറ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ പഞ്ചായത്ത്സ് ബി മോർ അവെയർ ഓഫ് സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ വില്ലേജ്. പഞ്ചായത്തിന് അറിയാം ആ വില്ലേജിൽ എന്താണ് പ്രശ്നം, എന്താണ് ഇവിടെ ആവശ്യമുള്ളത് എന്നുള്ളതല്ല. So they have been able to plan and carry out scheme for providing. അപ്പോൾ ആ ഒരു പഞ്ചായത്തിന് ആ വില്ലേജിൽ കൊടുക്കാനുള്ള പ്ലാനുകൾ, പ്രൊവൈഡിങ് വാട്ടർ അല്ലേ, സാനിറ്റേഷൻ, എവിടെയെല്ലാം ടോയ്ലറ്റ്സ് ഇല്ല അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല എന്ന് അന്വേഷിക്കാനും, മെഡിസിൻസ് എന്തിനെല്ലാം കൊടുക്കണമെന്നും ഹെൽത്ത് ഇൻഫോർമേഷൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ കൈകളിലൂടെയാണ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദാറ്റ് ഇസ് കേരള ഗവൺമെൻറ്. The government could also try to spend more of its fund on public health. മാത്രമല്ല നമ്മുടെ കേരള ഗവൺമെൻറ് ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. An example of this was said by Central American country കോസ്റ്റോറിക്ക അല്ലേ. അതിനൊരു എക്സാമ്പിളാണ് ഇന്ത്യയിൽ നിന്നല്ല അമേരിക്കയിലെ കോസ്റ്റോറിക്ക എന്നുള്ള ഒരു കൺട്രി. ദിസ് കൺട്രീസ് ഗവൺമെൻറ് അബോളിഷ്ഡ് ദ ആർമി ഇൻ 1948. അവിടെ അവരുടേതായിട്ടുള്ളൊരു ആർമിയുടെ ആവശ്യമില്ല. കാരണം ഒരു കൺട്രിയെ മറ്റുള്ള കൺട്രീസിൽ നിന്ന് യുദ്ധം ഉണ്ടാകുമ്പോൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർമി കീപ്പ് ചെയ്യുന്നത്. കോസ്റ്റോറിക്ക എന്ന് പറഞ്ഞ കൺട്രിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത് അമേരിക്കയുടെ സെൻട്രൽ അമേരിക്കൻ കൺട്രിയാണ്. അപ്പോൾ മറ്റുള്ള കൺട്രിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് ആർമിയുടെ ആവശ്യമില്ല. അവരെന്ത് ചെയ്തു, ആർമി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആർമിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സാലറി സംഭവങ്ങളെല്ലാം ഒരുപാട് ക്യാഷ് ചിലവാകും അല്ലേ. അപ്പോൾ ആർമിയെ തന്നെ എന്ത് ചെയ്തു, അവർ പിരിച്ചുവിട്ടു. എന്നിട്ടോ this country's government abolished the army in 1948. Thereafter, the money that would have been spent in army was spent on health, education, etc. ആർമിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ക്യാഷ് എല്ലാം പിന്നെ എന്തിനു വേണ്ടി യൂസ് ചെയ്തു, ആളുകൾക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള, അസുഖങ്ങൾ മാറ്റുന്നതിനും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾക്കും അതുപോലെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനും കോസ്റ്റോറിക്ക യൂസ് ചെയ്തു. ദിസ് സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ദ കോസ്റ്റോറിക്കൻ പീപ്പിൾ വെൽഫെയർ. ഇത് നല്ല രീതിയിൽ അവിടെയുള്ള ആളുകളെ നല്ല രീതിയിൽ ജീവിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി സം അതർ സബ്ജക്ട്സ് ദാറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡീൽ വിത്ത്. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ കണ്ടത് അല്ലേ.
സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ ഉള്ളത് വേറെയും ഒരുപാട് കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഫസ്റ്റ്, ലാൻഡ് റിഫോം. Land reforms include measures such as redistributing land among the people, bringing wasteland under cultivation, taking over some lands for developing mines, industries, roads, etc., setting the displaced people elsewhere, and so on. Land reform എന്ന് പറഞ്ഞാൽ ലാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ലാൻഡ് റിഫോംസിൽ ആണ് എന്താണ് റീഡിസ്ട്രിബ്യൂട്ടിങ് ലാൻഡ് എമംഗ് ദ പീപ്പിൾ അല്ലേ. അതായത് ഒരാൾക്ക് ഒരുപാട് ലാൻഡ് കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്നതിലപ്പുറം ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് അത് അയാൾ നിന്ന് പിടിച്ചെടുക്കും. എന്നിട്ട് ലാൻഡ് ഇല്ലാത്തവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ്സ് വൺ പ്രോസസ്. ദെൻ ബ്രിങ്ങിങ് വേസ്റ്റ് ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ. എവിടെയെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ലാൻഡ് എന്താ കൃഷിക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് വിട്ടുകൊടുക്കുക. ദെൻ ടേക്കിംഗ് ഓവർ സം ലാൻഡ്സ് ഫോർ ഡെവലപ്പിംഗ് മൈൻസ്. ഏതെങ്കിലും എല്ലാം ഏരിയാസിൽ അല്ലേ ആവശ്യമുള്ള അവസ്ഥകൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് കണ്ടാൽ ആ ഏരിയ ഗവൺമെൻറ് എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. എന്നിട്ട് അവിടെ നിന്ന് മൈനിങ് നടത്തും. മൈനിങ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഐറ്റംസ് എടുക്കും. ഇൻഡസ്ട്രീസ് നടത്തും, റോഡ്സ് ഉണ്ടാക്കും. ഇതെല്ലാം പിന്നെ സെറ്റിംഗ് ദ ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ എൽസ്വെയർ അല്ലേ. ഏതെങ്കിലും ഇപ്പോൾ മൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ എടുത്തു, അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആളുകളെ മാറ്റി അവർക്ക് ജീവിക്കാനുള്ള ഏരിയ കണ്ടെത്തി കൊടുക്കുക. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾസ് എൽസ്വെയർ ആൻഡ് സോ ഓൺ. ഇത്രയും കാര്യങ്ങളെല്ലാം ലാൻഡ് റിഫോമിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നിയർലി ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് പാസ്ഡ് ലോസ് ഫോർ ലാൻഡ് റിഫോംസ്. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലാൻഡ് റിഫോമിന് വേണ്ടിയിട്ട് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സേഹിക്കുക. ദ നെക്സ്റ്റ് സബ്ജക്റ്റ് ഡീൽ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഇറിഗേഷൻ. ഇറിഗേഷൻ മീൻസ് അഗ്രികൾച്ചറിൽ വാട്ടർ എത്തിക്കുക എന്നുള്ളത്. ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡാംസ്, കനാൽസ്, വെൽസ് എക്സെട്ര കൺസ്ട്രക്റ്റഡ് ടു പ്രൊവൈഡ് ഇറിഗേഷൻ. ഓരോ സ്റ്റേറ്റിൻ്റെ നീഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തുണ്ടാക്കുന്നുണ്ട്? ഡാംസ്, കനാൽസ്, വെൽസ് ഫോർ ഇറിഗേഷൻ, agricultural irrigation. Often the actual work is carried out by the local self-government bodies. ആക്ച്വലായിട്ടുള്ള വർക്ക് ചെയ്യുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. ബട്ട് അതിനുള്ള ക്യാഷ് സംഭവങ്ങളെല്ലാം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ദെൻ ഓൾസോ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫൺ എൻകറേജ് ദ ഫാമേഴ്സ് ടു ഫോം അസോസിയേഷൻ ഫോർ ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്മോൾ ഇറിഗേഷൻ വർക്ക്. അല്ലെങ്കിൽ കുറച്ച് ഫാമേഴ്സിന് അവർക്ക് എന്ത് ചെയ്യും? ക്യാഷ് എന്താണ് ഹെൽപ്പ് കൊടുക്കും. അവരോട് അവരുടേതായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ചെറിയ കുളങ്ങളോ വലിയ കിണറുകളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സഹായം കൊടുക്കും. അവർക്കുള്ള വെള്ളം അവരവിടെ നിന്ന് കണ്ടെത്താൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എൻകറേജ് ചെയ്യും സം ഗ്രൂപ്പ് ഓഫ് ഫാമേഴ്സ്. ദെൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂഷ്വലി ഫ്രെയിം എ പോളിസി ഫോർ മാനേജിങ് ദ സ്റ്റേറ്റ് വാട്ടർ റിസോഴ്സസ്. ദിസ് ഇസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇൻ ആരിഡ് സ്റ്റേറ്റ്സ്. വെള്ളം തീരെ ഇല്ലാത്ത ഏരിയാസിൽ എന്താണ് ഫാമേഴ്സിന് എന്താണ് വാട്ടർ റിസോഴ്സസ് എത്തിക്കുന്നതിന് വേണ്ടി ഫാമേഴ്സിന് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും? പലതരത്തിലുള്ള പോളിസീസും കൊടുക്കാറുണ്ട്. ദെൻ മച്ച് ഓഫ് ദ വാട്ടർ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ ഈസ് ഡ്രോൺ ഫ്രം റിവേഴ്സ്. ഇറിഗേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മിക്ക വാട്ടറും എവിടെ നിന്നാണ് എടുക്കുന്നത്? റിവേഴ്സിൽ നിന്നാണ് എടുക്കുന്നത്. ആൻഡ് മെനി ഓഫ് ദീസ് റിവേഴ്സ് ഫ്ലോ ത്രൂ മോർ ദാൻ വൺ സ്റ്റേറ്റ് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ കർണാടക അല്ലേ, ഇപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന സ്റ്റേറ്റ് റിവർ ആണെന്നുണ്ടെങ്കിൽ കർണാടകയിലൂടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൂടെ എല്ലാം ഒഴുകി വരുന്ന റിവറായിരിക്കും നമ്മൾക്കും എത്തുന്നത് അല്ലേ. അപ്പോൾ ഒരു സ്റ്റേറ്റ് അവരുടെ ഇറിഗേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ എവിടെ നിന്നായിരിക്കും എടുക്കുക? റിവേഴ്സിൽ നിന്നായിരിക്കും എടുക്കുക അല്ലേ. അപ്പോൾ മിക്ക സ്റ്റേറ്റ്സും ഫ്ലോ ത്രൂ മോർ ദാൻ വൺ സ്റ്റേറ്റ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് എൻ്റർ ടു ഫോർമൽ എഗ്രിമെൻറ്റ് വിത്ത് ഈച്ച് അതർ ഫോർ ഷെയറിങ് വാട്ടർ ഫ്രം കോമൺ റിവർ അല്ലേ. അപ്പോൾ കേരളത്തിലേക്ക് ഒഴുകുന്ന റിവർ തമിഴ്നാട്ടിൽ നിന്ന് ഒഴുകുന്നതാണെങ്കിൽ തമിഴ്നാട്ടിൽ തീരുമാനിക്കുകയാണ് ഈ റിവർ വാട്ടർ റിവറിലെ വെള്ളം കേരളത്തിന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വെള്ളം തടഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പാടില്ല. അപ്പോൾ അത്തരത്തിൽ വെള്ളം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്ത് ചെയ്യും? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താറുണ്ട്, എഗ്രിമെൻറ്റ്സിൽ എത്താറുണ്ട്. ദെൻ സംടൈംസ് ദർ ആർ ഡിസ്പ്യൂട്ട്സ്. ചിലപ്പോൾ വെള്ളം എടുക്കുന്ന കാര്യത്തിൽ കാവേരി റിവറിനെ ബേസ് ചെയ്തിട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ട്
ആ തർക്കം പരിഹരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സംടൈംസ് ദർ ആർ ഡിസ്പ്യൂട്ട്സ് ഇഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസേൺ cannot settle such disputes. അത്തരത്തിൽ റിവർ വാട്ടറിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ ആ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ടു സ്റ്റെപ്പ് ഇൻ. സെൻട്രൽ ഗവൺമെൻറ് അതിൽ ഇടപെടും. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി വാട്ടർ. ഇടപെടുക which work by the state government in the case of water. It is the duty of state government to supply water for the use in homes and industries and for the purpose of sanitation. അല്ലേ, ടോയ്ലറ്റ് ഫെസിലിറ്റീസിനും അതുപോലെ ഇൻഡസ്ട്രീസിലോട്ടും വീട്ടിലോട്ടെല്ലാം കിണറില്ലാത്ത ഏരിയാസിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും ഇസ് എ ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. യൂഷ്വലി ദ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പെർഫോംസ് ദിസ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് വാട്ടർ സപ്ലൈ നടത്തുന്നത് ഇൻ എ സ്റ്റേറ്റ്. ഓക്കെ, ഇറ്റ് ബിൽഡ് എ സിസ്റ്റം ഫോർ സപ്ലൈയിങ് ക്ലീൻ വാട്ടർ ആൻഡ് ഡ്രെയിനിങ് എവേ ഡേർട്ടി വാട്ടർ. ഈ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താണ്, സപ്ലൈയിങ് ക്ലീൻ വാട്ടർ ടു പീപ്പിൾ ആൻഡ് ഡ്രെയിനിങ് എവേ ഡേർട്ടി വാട്ടർ. ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ നല്ല ആരോഗ്യത്തിന് ഹാനികരമാകാത്ത രീതിയിൽ ഒഴുക്കിക്കൊണ്ട് പോകുന്നതും ക്ലീൻ വാട്ടർ ആളുകൾക്ക് കൊടുക്കുന്നതുള്ള ഡ്യൂട്ടി ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡൂയിങ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ദിസ് സിസ്റ്റം ആർ മെയിൻറ്റെയിൻ ബൈ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കിയെടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസും ആണ്. ദ നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഈസ് അനദർ സബ്ജക്ട് ഡീൽ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. In 1976, education was made a subject of concurrent list. അല്ലേ, എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ 3 ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൽ റൂൾ ചെയ്യുന്നത് ഓൺലി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൽ റൂൾ ചെയ്യുന്നത് ഓൺലി ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. കൺകറന്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൽ ഓരോ സ്റ്റേറ്റിനും തീരുമാനങ്ങളും കാര്യങ്ങളും നടത്താം. ബട്ട് ഇഫ് ദർ ഈസ് എനി ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളായിരിക്കും ഫൈനലായിട്ട് നടപ്പിലാവുക. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ എന്തായിട്ടുണ്ട്, 1976 എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ സബ്ജക്റ്റ് ഓഫ് കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്ട്സ് ആയിരുന്നു, അത് കൺകറന്റ് ലിസ്റ്റിൽ ആക്കി. സിൻസ് ദെൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ബീൻ പ്ലേയിങ് എ ലീഡിംഗ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇപ്പോൾ കേരളത്തിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കേരളം അല്ലേ, കേരള സിലബസ് എന്ന് പറഞ്ഞ സിലബസൊക്കെയാണ് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കേരള ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ്. എന്നാൽ ഒരു കൺട്രോൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം എഡ്യൂക്കേഷൻ കാര്യത്തിൽ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ബിക്കോസ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡഡ് ഇൻ കൺകറന്റ് ലിസ്റ്റ് ഇൻ 1976. ഓക്കെ, ദെൻ the central government tried to maintain a uniform standard of education throughout the country. ഇന്ത്യയിലൊട്ടാകെ ഒരുപോലെ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനാണ് സെൻട്രൽ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ദെൻ പ്രൈമറി എഡ്യൂക്കേഷൻ ഈസ് ഗിവൺ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. ഏറ്റവും താഴെയുള്ള എഡ്യൂക്കേഷൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓൾ ചിൽഡ്രൻ ഏജ്ഡ് ബിറ്റ്വീൻ 6 and 14 years now have the right to get the primary education. അത് കുട്ടികളുടെ അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. 6 മുതൽ 14 years വരെ അല്ലെ, അംഗൻവാടി മുതൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എഡ്യൂക്കേഷൻ, 10ാം ക്ലാസ് വരെയുള്ള +2 വരെയുള്ള എഡ്യൂക്കേഷൻ കുട്ടികളുടെ അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റൺ സ്കൂൾസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ. ദ സർവ ശിക്ഷ അഭിയാൻ സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ടു മേക്ക് എഡ്യൂക്കേഷൻ അവൈലബിൾ ടു ഓൾ ചിൽഡ്രൻ. അപ്പോൾ എഡ്യൂക്കേഷൻ എല്ലാവരിലോട്ടും എത്തിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീമാണ് സർവ ശിക്ഷ അഭിയാൻ സ്കീം. ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് അല്ലേ, ഇത് സ്റ്റാർട്ട് ചെയ്തു ടു മേക്ക് എഡ്യൂക്കേഷൻ അവൈലബിൾ ടു ഓൾ ചിൽഡ്രൻ. എല്ലാ ചിൽഡ്രനും എഡ്യൂക്കേഷൻ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഗേൾസ്, ചിൽഡ്രൻ ഫ്രം വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അല്ലേ. താഴെത്തട്ടിലുള്ള സൊസൈറ്റിയിലുള്ള ആളുകൾ, കുടുംബത്തിലുള്ള ആളുകൾക്കൊന്നും പണ്ട് കാലത്തൊന്നും സ്കൂളിൽ പോയിരുന്നില്ല അല്ലേ. എസ്പെഷ്യലി ആ കുടുംബത്തിലെ കുട്ടികൾക്കും, പെൺകുട്ടികളും പണ്ട് കാലത്ത് സ്കൂളിൽ പോയിരുന്നില്ല. പെൺകുട്ടികൾക്കും, ചിൽഡ്രൻ ഫ്രം റിമോട്ട് ഏരിയാസ്, ഏതെങ്കിലും ഉള്ള ഏരിയയിൽ ജീവിക്കുന്ന കുട്ടികൾക്കും, അതുപോലെ വർക്കിംഗ് ചിൽഡ്രൻ ആൻഡ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് അല്ലേ, അതായത് ചെറുപ്പത്തിലെ ജോലി ചെയ്യുന്ന കുട്ടികളും അല്ലേ, അതുപോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, അതായത് പഠിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ 2, 3, 4, 5, 6 ക്ലാസ് കഴിയുമ്പോൾ സ്കൂൾ വിട്ടു പോകും. അത്തരത്തിലുള്ള ഡ്രോപ്പ് ഔട്ട് ഒഴിവാക്കുന്നതിനെല്ലാം വേണ്ടിയിട്ടാണ് സർവശിക്ഷ അഭിയാൻ എന്നുള്ള സ്കീം
ലോങ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്. ദെൻ a state government gets money from the central government for promoting education in the state. സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നല്ല സ്കൂളുകളും നല്ല ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ക്യാഷ് ഹെൽപ്പ് കിട്ടുന്നുണ്ട് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. വിത്ത് ദിസ് മണി ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു സെറ്റ് അപ്പ് ന്യൂ സ്കൂൾസ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഒരുപാട് ഏരിയ ഡിസ്റ്റൻസുള്ള 2 സ്കൂളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്കൂൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്യാഷ് കൊടുക്കുന്നു ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. It is expected to set up new schools in the state, construct school buildings, സ്കൂളിലെ ബിൽഡിങ്സ് പോരാന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ, ആൻഡ് ക്ലാസ് റൂംസ് കുറവാണെങ്കിൽ അതുണ്ടാക്കാൻ, അപ്പോയിൻറ്റ് ടീച്ചേഴ്സ്, പുതിയ ടീച്ചേഴ്സിന് കുറവുണ്ടെങ്കിൽ അതിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ക്യാഷ് ടേക്കിംഗ് ബൈ ദ ഓർ യൂസിങ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. These are about the role of state government in a state. We saw mainly about the role in public health and land reform, irrigation, water, education. So question answers of this chapter I will send through WhatsApp. Okay, thank you.